സിനിജി, ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന ആറ്റുകാൽ പൊങ്കാല, പൊങ്കാലയ്ക്ക് ഒരു വർഷത്തോളം കാത്തിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. പൊങ്കാലയുടെ ഇപ്പം ഞാനൊക്കെ ആ ഒരു ഭക്തി, ഇന്ന് ആറ്റുകാൽ അമ്പലത്തിൽ കൊടിയേറുന്ന ദിവസമാണ്. ഞങ്ങളുടെ മനസ്സിലൊക്കെ പോകാൻ കഴിയാത്തതിൻ്റെ ഒരു വല്ലാത്ത സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് പോയി പൊങ്കാല ഇടാമല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷവും ഉള്ളിലുണ്ട്. അതിനിടയ്ക്കാണ് ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ പൊങ്കാല ബഹിഷ്കരിക്കും, അവിടെ വരുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഞങ്ങൾ സേവനം നൽകി, അല്ലെ അവിടെ വരുന്ന രോഗികൾക്ക് ഞങ്ങൾ സേവനം നൽകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ രംഗത്തെത്തുന്നുണ്ട്. പറയുന്നത് ഡോക്ടർമാരെന്നാണ്. ഇവരെയൊക്കെ ഡോക്ടർമാരെന്ന് എങ്ങനെ വിളിക്കും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഒരു രോഗിയെ ജീവിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അവസാനം വരെയുള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ് ഡോക്ടറുടെ കടമ എന്ന് പറയുന്നത്. എങ്ങനെ ജീവൻ രക്ഷിക്കാം എന്ന് ചിന്തിക്കേണ്ടവരാ. അവർ ജീവൻ പോയാലും കുഴപ്പമില്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പറയുമ്പോൾ RSS എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സംഘടന, ആ സംഘടന പറയുകയാണ്, അല്ലെങ്കിൽ ആളുകൾ പറയുകയാണ്, ആ സംഘടന ഉണ്ട്, അതുള്ളപ്പോൾ നമ്മൾ എന്തിന് ഇവരെയൊക്കെ ഭയക്കണം? സംഘടന വിളിച്ചാൽ 100 അല്ല 1000 അല്ല ലക്ഷക്കണക്കിന് ഡോക്ടർമാർ ആറ്റുകാൽ അമ്പലത്തിലേക്ക് ഒഴുകിയെത്തും. അതെങ്ങനെ കാണണം? ഈ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ശരിക്കും ആറ്റുകാലിനെ പറയുന്നത്. ഈ ആറ്റുകാൽ അമ്പലത്തിൽ പൊങ്കാല ഇടാൻ വേണ്ടി അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ത്രീജനങ്ങൾ ധാരാളമായിട്ട്, പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് എത്തുന്നത് മാത്രമല്ല, നമുക്ക് ഏതാണ്ട് തമ്പാനൂർ മുതൽ അങ്ങോട്ടേക്ക് പിന്നെ വാഹനത്തിൽ പോകാൻ പോലും കഴിയില്ല. സെക്രട്ടേറിയറ്റ് മുതൽ തന്നെ നടന്നിട്ട് ആളുകൾ പോയിട്ടാണ് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത്. പിന്നീട് പൊങ്കാല ഇടാനായിട്ട് രാവിലെ വരുമ്പോൾ ട്രെയിനിലൊക്കെ സൗജന്യ യാത്ര പോലും ഉണ്ട്. അങ്ങനെ വരുന്ന ആളുകൾക്കെല്ലാം തന്നെ ഏറ്റവും സൗകര്യപ്രദമാകുന്ന സ്ഥലത്ത് പൊങ്കാല ഇടാൻ പറ്റും. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് പല പ്രായക്കാരായ സ്ത്രീകൾ വരുമ്പോൾ ഈ സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. പുരുഷന്മാരായിട്ടുള്ള കുറേ പേർ സഹായിക്കാനുണ്ട്. ലഘുഭക്ഷണം കൊടുക്കും, വെള്ളം കൊടുക്കും, ചായ കൊടുക്കും, കാപ്പി കൊടുക്കും. അങ്ങനെ പൊരി വെയിലത്ത് നിൽക്കുന്ന അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ എല്ലാ സൗകര്യവും കൊടുക്കുന്നത് തലസ്ഥാനത്തെ നിരവധി വിവിധ മതസ്ഥരായ ആളുകളാണ്. അവരെയൊക്കെ ഏകോപിപ്പിക്കാൻ, ക്രോഡീകരിക്കാനൊക്കെ തന്നെ ഒരു കൂട്ടം ആളുകൾ നടക്കുന്നതാണ്. അത് ആരാണ് എന്താണെന്ന് നമുക്കറിയില്ല. അവർ RSSകാർ ആണെന്നാണ് പറയപ്പെടുന്നത്. എന്തോ നമുക്കറിയില്ല. അത്തരത്തിലുള്ള കുറേ അധികം ആളുകളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് എല്ലാ കാലവും നടന്നത്. ഇവിടെ ഇപ്പോൾ എന്താ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഈ സംഘടനയിൽപ്പെട്ട ഒരാൾ പറയുകയാണ്, ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുമായി സഹകരിക്കില്ല. ഒരു ഹൈന്ദവ ദേവാലയവുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവം നടക്കുമ്പോൾ അത് സഹകരിക്കില്ല, അതിനോട് യോജിക്കില്ല എന്ന് പറഞ്ഞൊരു ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ വലിയ പിന്തുണ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ അവർ കാണിക്കുന്നത് ഒരു മടയത്തരമാണ്. കാരണം ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ നിയന്ത്രണമല്ല, ഈ പൊങ്കാലയുടെ നിയന്ത്രണം എപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചത് BJP-യാണ്. BJP-യുടെ മേയറായിട്ടുള്ള VV രാജേഷ് പറയുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി കൊണ്ട് ഞങ്ങൾ പിന്നോട്ട് പോകില്ല. നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ നിസ്വാർത്ഥരായ ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടേഴ്സ്, നേഴ്സ് അടക്കം നിരവധി പേർ എത്തും. കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തു നിന്ന് പോലും. അങ്ങനെ എത്താൻ സന്നദ്ധരായ ഒരുപാട് ആളുകൾക്ക് മുമ്പിൽ ഇത്തരം ഒരു വെല്ലുവിളി നടത്തുന്നതിലും ബാലിശമാണ്. നമുക്കറിയാലോ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്നൊക്കെ ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ എല്ലാം കൂടെ എത്തിക്കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് വേണ്ട, അല്ലെ പുരുഷന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ട എല്ലാ സഹായം കിട്ടും. നമുക്കറിയാം, ഇങ്ങ് കേശവദാസപുരം മുതൽ തന്നെ ഇതിൻ്റെ പൊങ്കാലയുടെ തുടക്കം തുടങ്ങും. അങ്ങ് കരമന വരെ ഉണ്ടാകും, ഇപ്പുറത്തേക്ക് പോയാൽ വട്ടിയൂർക്കാവിന് അപ്പുറത്തേക്ക് നീളും. അങ്ങനെ പല മേഖലകളിലേക്ക് നീളുന്ന ഈ പൊങ്കാലയുടെ ഒരു പ്രശസ്തി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഖ്യാതിയെ അപഖ്യാതിയാക്കി മാറ്റാനായിട്ട് ഒരു കൂട്ടം സംഘടനയുടെ പ്രവർത്തകരോ അതല്ലെങ്കിൽ ഇടതുപക്ഷ യൂണിയനുമായി ബന്ധപ്പെട്ട ആൾക്കാരോ ഇനി LDF സർക്കാരോ ശ്രമിച്ചാൽ അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇതൊന്നും ആർക്കും തടുക്കാനോ തകർക്കാനോ അട്ടിമറിക്കാനോ ശ്രമിച്ചാൽ നടക്കാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ പോകുമ്പോൾ മറ്റേത് ഉത്സവങ്ങൾക്ക് പോകും പോലെ അല്ല. രാവിലെ നമ്മൾ പുതിയ ഡ്രസ്സ് ഇടുന്നു, ഈ ചൂട്ടുപിറവു എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്, അത് കെട്ടുന്നു, പൊങ്കാലയുടെ സാധനങ്ങൾ എടുക്കുന്നു, പോകുന്നു. രാവിലത്തെ ഫുഡിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ട. ഇടയ്ക്ക് ദാഹിക്കും, നമ്മുടെ ദാഹം മനസ്സിലാക്കി നമുക്ക് വെള്ളം കൊണ്ട് തരുന്നവരാണ് അവിടുത്തെ ഓരോ ആളുകളും എന്ന് പറയുന്നത്. ഉച്ചത്തെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട. ഇനി വൈകിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ നിവേദിച്ച പൊങ്കാലയുമായി നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. വരുന്ന വഴിക്ക് നമുക്ക് വെള്ളം തരാനും നമ്മുടെ ദാഹം മാറ്റാനും ക്ഷീണം മാറ്റാനും, ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വീണ് പോയാലോ അല്ലെങ്കിൽ ഒരു വയസ്സായ അമ്മമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ ഒക്കെ സഹായിക്കാൻ ആയിരങ്ങളാണ് അവിടെ ഉള്ളത്. ഒരു സംഘടന ബഹിഷ്കരിച്ചെന്നും പറഞ്ഞിട്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് കാലാകാലങ്ങളായി നടക്കുന്ന ഒരു പരിപാടിയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അത് ഈ പറയുന്നത് പോലെ വിവിധ മതത്തിലുള്ളവർ വന്ന് അവിടെ പൊങ്കാല ഇടുന്നുണ്ട് എന്നുള്ളതാണ്. ഹിന്ദുക്കൾ മാത്രമല്ല, പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ വന്ന് പൊങ്കാല ഇടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്കുള്ള എല്ലാ സഹായവും പല സേവാഭാരതി ഇപ്പം നമ്മൾ ഇവരുടെ മാത്രമല്ല എല്ലാ സംഘടനയിലുള്ള ആളുകളും അവിടെ നിന്ന്
പല തരത്തിൽ ഇപ്പൊ നമ്മുടെ ഈഞ്ചക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്, എത്ര പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സ്ഥലത്ത് ഈ മാസം ആദ്യമേ ആറ്റുകാൽ പൊങ്കാല ഭക്തജനങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബോർഡ് അവിടെ ഉയർന്നു കഴിഞ്ഞു. അങ്ങനെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും അങ്ങനെയാണ്. ഈ വരുന്നവർ നമ്മളെ കുടുംബത്തിലുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിന്റെ ഗേറ്റ് മുതൽ മുന്നിലത്തെ വാതിൽ മുതൽ ഏറ്റവും ബാക്കിലത്തെ വാതിൽ വരെ അവർ തുറന്നിടുകയാണ്. ഏത് റൂമിൽ കയറിയാലും ബാത്റൂമിൽ പോകണോ, ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണോ, ഫ്രഷ് ആവണോ, ഫുഡ് ഇവിടെ നിന്ന് തരട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത്രയും ഇതിലാണ് ആളുകൾ നിൽക്കുന്നത്. അതിനിടയ്ക്ക് സിനിജ് പറഞ്ഞതുപോലെ പല പ്രായത്തിലുള്ളവർ വരും. അവർ ഈ ചൂടും വെയിലും ഒക്കെ കൊള്ളുമ്പോൾ ചിലർക്ക് തലക്കറക്കം ഉണ്ടാകാം, ചിലർക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് അസ്വസ്ഥതകൾ ഉണ്ടാവാം. അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാം. അപ്പം അതൊക്കെ ഉണ്ടാവാൻ എപ്പോഴും ഒരു ഡോക്ടർ സംഘം എല്ലാ പൊങ്കാല ഇടുന്ന ഭാഗങ്ങളിലും ഉണ്ടാകും, ആരോഗ്യ പ്രവർത്തകർ ഉണ്ടാകും, ആംബുലൻസുകൾ ഉണ്ടാകും, എല്ലാം കൃത്യമായി സജ്ജീകരിച്ചു കൊണ്ടാണ് പോകുന്നത്. 2021 കോവിഡിന്റെ സമയത്താണ് ഈ പൊങ്കാലയിൽ കള്ളത്തരം കാണിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രന് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായത്. അതിനുശേഷം ഈ പൊങ്കാലയിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കാൻ ആര് ശ്രമിച്ചാലും അതൊക്കെ അടപടലം ഇല്ലാതാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ RSS എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ സേവാഭാരതി എന്ന് പറയുന്ന ഒരു പ്രവർത്തകരൊക്കെ ഒന്നടങ്കം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഡോക്ടർമാരോടൊക്കെ എത്തുന്ന ആളുകൾ പറയും, പോയി പണി നോക്കടാ ഞങ്ങൾക്ക്. കാരണം അവർക്കൊരു ആവശ്യം വരുമ്പോൾ ആരാണ് എന്നുള്ളതാണ്. തിരുവനന്തപുരം ഭരിക്കുന്നത് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മേയർ എന്ന് പറയുന്നത് വി വി രാജേഷാണ്. വി വി രാജേഷ് RSSൽ നിന്ന് വന്ന ആളാണ്. വി വി രാജേഷിന് അറിയാം RSS എന്ന് പറയുന്നത് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഭയങ്കര സംഭവമാണെന്ന് പറയുകയോ ചെയ്യുന്നതല്ല. ഒരു രജിസ്ട്രേഷൻ ഇല്ലാത്ത, മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരുപാട് കോടിക്കണക്കിന് പ്രവർത്തകരൊന്നിക്കുന്ന അടുക്കും ചിട്ടയുമുള്ള ഒരു പ്രസ്ഥാനമാണ് RSS എന്ന് പറയുന്നത്. ആ RSSനെ പിന്നെ എന്താ പറയുക, RSSന്റെ ഒരു പ്രവർത്തകനാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. എത്രമാത്രം ദ്രോഹിക്കാനും വെല്ലുവിളിക്കാനും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ മുഖത്തു നോക്കി ചായക്കടക്കാരനെന്ന് വിളിച്ചപ്പോൾ എപ്പോഴെങ്കിലും രോക്ഷാകുലനായി നരേന്ദ്രമോദി സംസാരിക്കുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതാണ് RSS എന്ന് പറയുന്നത്. അതിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ചിട്ടയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറി വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ബഹിഷ്കരണം നടത്തുമെന്ന് പറഞ്ഞാൽ RSSോ അല്ലെങ്കിൽ സേവാഭാരതിയോ ആ തരത്തിൽ ഞങ്ങളുണ്ട്, ഞങ്ങൾ വിളിച്ചാൽ ആരോഗ്യ പ്രവർത്തകർ വരും, അത് കേരളത്തിന് പുറത്തുനിന്നായാലും എന്ന് തീരുമാനിച്ചാൽ ആരോഗ്യ പ്രവർത്തകർ എത്തിയാൽ അത് മറ്റൊരു ചരിത്രത്തിലേക്ക് വഴിമാറും. കാരണം മിണ്ടുമ്പോൾ ഇപ്പൊ എന്തിനാണ് ഈ ഡോക്ടർമാർ ബഹിഷ്കരണം നടത്തുന്നത്? ഏതെങ്കിലും ഒരു ഡോക്ടറെ ആരെങ്കിലും അനാവശ്യമായി കൈവച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ ആരെങ്കിലും അതിക്രമിച്ചു കയറി ഏതെങ്കിലും ഡോക്ടറെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചിട്ടോ അല്ല. ഒരു വനവാസിയായ ഒരു സ്ത്രീ അവിടെ പ്രസവിക്കാൻ വന്നപ്പോൾ അവരുടെ കുഞ്ഞ് മരിച്ചതുമായി ബന്ധപ്പെട്ട ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിന്റെ പേരിലാണ്. ആവശ്യമായ ഒരു കാര്യത്തിന് ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിന്, ചികിത്സാ പിഴവ് മൂലം ആ ഡോക്ടർക്ക് സംഭവിച്ച ഒരു അബദ്ധം ചൂണ്ടിക്കാണിച്ച് സസ്പെൻഡ് ചെയ്തതിനാണ് ഈ ഡോക്ടർമാരെന്ന് പറയുന്ന സംഘടനകൾ. എന്തിനാണ് ഇത്തരം സംഘടനകൾ